നിയമാവർത്തനം 28:1 പറയാണ്, നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുന്നെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ. ദൈവം ആദ്യം ചെയ്യുന്ന കാര്യം എന്നാൽ നിന്നെ വിശുദ്ധ ജനമായി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലെ, സൂക്ഷ്മമായി ദൈവം നൽകുന്ന വചനം, ദൈവം നൽകുന്ന മാർഗങ്ങൾ, ദൈവം നൽകുന്ന കൽപ്പനകൾ പാലിച്ചാൽ, മാർഗത്തിൽ ചരിച്ചാൽ, നിയമങ്ങൾ അനുസരിച്ചാൽ, കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നാൽ നീ ആ ദേശത്തെ വലിയൊരു ജനതയായിട്ട് മാറും. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുന്നെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. നമ്മുടെ കാരണന്മാരെ ഓർത്തു നോക്കി, നമ്മുടെ ദേശത്ത് വന്നാൽ നമ്മളെ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താ അച്ചായന്മാർ, അല്ലേ? അച്ചായന്മാരെ കേട്ട് ഇപ്പോൾ ഒരു ജുവലറിക്കാരൻ അവൻ്റെ ജുവലറി സ്വർണ്ണക്കട തുടങ്ങിയപ്പോൾ അച്ചായെന്നിട്ടു. അല്ലെങ്കിൽ ചേട്ടായിമാർ. ഈ ചേട്ടായിമാർ അച്ചായിമാരെന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നോ, അവരെക്കാളും ഒരു ഉയർന്ന പദവിയാണ്, ഒരു ശ്രേഷ്ഠ ജനതയാണ്. കാര്യം മനസ്സിലാവുണ്ടോ? വെറുതെ അച്ചായിമാരെന്ന് വിളിക്കില്ല. എല്ലാവരെയും വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് മനസ്സിലായി ഞങ്ങളെക്കാളും കൃപയുള്ളവരാണ്. ആ അച്ചായന്മാർ എവിടെ വന്നാലും എന്തുണ്ടാവും? അവിടെ വികസനം ഉണ്ടാവും. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികളായ എല്ലാവരും ഏതെങ്കിലും ഒരു ഓണാങ്കേറ മൂലം കയറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന മറ്റൊരു പേര് കുടിയേറ്റക്കാർ. ആ കുടിയേറി കഴിയുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം അവിടെ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുരിശടി സ്ഥാപിക്കും, ഒരു കുരിശ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുന്നത് നീ ഏത് ദേശത്ത് നിന്നാലും, നീ നിൻ്റെ ദേശത്തോ ഏത് ദേശത്ത് നിന്നാലും നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൽപ്പനകൾ, എൻ്റെ വചനങ്ങൾ നീ പാലിക്കണം. അത് ശ്രദ്ധാപൂർവം പാലിക്കണം. ഒന്ന് ഓർത്തു നോക്കിയേ, കണ്ണടച്ച് പാലിച്ചിട്ടുണ്ടോ? ഇന്ന് തകർച്ചയ്ക്ക് കാരണം, നീ വീണുപോയതിൻ്റെ കാരണം ഈ കൽപ്പന ലംഘനം, ദൈവവചനം അനുസരിക്കുക. എന്നിട്ട് പറയണ മാർഗത്തിൽ നടക്കുക, കൽപ്പന പാലിക്കുക, നിയമങ്ങൾ അനുസരിച്ചാൽ, കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നാൽ നീ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളാലും ഉന്നതരല്ലേ നോക്കിയേ. ഉന്നതൻ എന്ന വാക്കല്ലേ കൊടുത്തണേ? സാധാ ജനം വെറുതെ കൊടുത്ത മതിയില്ലേ? നീ ഒരു ജനതയായി മാറുന്നല്ലേ പറയേണ്ടത്. പക്ഷെ അല്ല, നീ ഉന്നതരായിട്ട് മാറും. അല്ലേലിയാം. രണ്ടാമത്തെ പ്രകാരം പറയാണ്, എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് പറയാണ്, അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നിന്റെ മേൽ ഏത് അനുഗ്രഹങ്ങൾ? നഗരത്തിലും വയലിലും നീ അനുഗ്രഹിക്കുന്ന. അപ്പൊ രണ്ടാമത്തെ കാര്യം, നീ അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് പറയുന്ന, നീ അനുസരിച്ചു, മാർഗത്തിലൂടെ സഞ്ചരിച്ചു, കർത്താവിൻ്റെ കൽപ്പന പാലിച്ചു, നിയമങ്ങൾ അനുസരിച്ചു, കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നാൽ തുടർന്ന് വരുന്ന പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ദൈവം നൽകും. മനോഹരമായി. ഇത് വേറൊരു ധ്യാന ഗുരുക്കന്മാരും ഒരാളും പറയേണ്ടതല്ല, എടുത്ത് വായിച്ചാൽ മനസ്സിലാകുന്നു. അല്ലേ? തുടർന്ന് പറയാണ്, എന്താണെന്ന് വെച്ചാൽ നിന്റെ സന്തതികളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. ഇപ്പൊ പുതിയ പിള്ളേർക്ക് ഇത് വായിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. കന്നുകാലി, ആട്ടിൻകൂട്ടം, അവരൊന്നുമില്ല. കല്യാണം വരുമ്പോൾ അവർ പറയണത് കന്നാലിയുള്ള വീട്ടിലേക്ക് കെട്ടിക്കരുത്. നീ വായ്പ വാങ്ങില്ല, കൊടുക്കും. ഏറ്റവും കൂടുതൽ വായ്പ മേടിച്ചിരിക്കുന്ന സമുദായം ആരാന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയാണ്, അല്ലേ? അതിലെ മനോഹരമായിട്ട് ദൃശ്യങ്ങളാണ് പറയുന്നത്. എന്നാ 7-ാമത്തെ വചനം പറയാണ്, എന്താണെന്ന് വെച്ചാൽ നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് ആര് തോൽപ്പിക്കും? കർത്താവ് തോൽപ്പിക്കണമെങ്കിൽ ആര് കൂടെ ഉണ്ടാവണം? കർത്താവ് ഉണ്ടാവും. സക്രിയയുടെ പുസ്തകം 8-ാം അധ്യായം 9, അല്ലേ? 9:8 എന്താ പറയണേ? ആരും കയറി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും കാവലേർപ്പെടുത്തും. അപ്പം ദൈവത്തിൻ്റെ ഭവനമായിട്ട് മാറിയാൽ കർത്താവ് അതിന് കാവലേർപ്പെടുത്തും. അതാണ് ഇവിടെ പറഞ്ഞത്, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകണം. അതിനെന്ത് ചെയ്യണം? മുമ്പ് പറഞ്ഞ ആദ്യത്തെ നീ കൽപ്പനകൾ, ചട്ടങ്ങൾ, നിയമങ്ങൾ, കർത്താവിൻ്റെ വഴിയിലൂടെ നീ നടക്കണം. നടന്നു കഴിയുമ്പോൾ നീ എന്താ കഴിഞ്ഞാൽ അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ
ഉണ്ടാകും. അവിടെ തുടർന്ന് പറയാണ് എന്താണെന്ന് വെച്ചാൽ നിന്റെ കളപ്പുരകളും നിന്റെ പേയത്തങ്ങളും കർത്താവ് അനുഗ്രഹിക്കും, വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടെ നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് നീ ഏത് ദേശത്തേക്ക് ചെന്നാലും, ഇപ്പൊ യൂറോപ്പിൽ ചെന്നാലും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ചെന്നാലും അല്ലെങ്കിൽ കാനഡ ചെന്നാലും അമേരിക്ക ചെന്നാലും നീ നിയമം പാലിക്കണം. 10ാമത്തെ വാക്യമാണ്, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. ക്രിസ്ത്യാനെ ഭയപ്പെട്ടിരുന്ന കാലഘട്ടമുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികൾക്കും ഭയമുണ്ടോ? കാരണം എന്താ? അവൻ്റെ കൃപ പോയി, അവൻ്റെ അഭിഷേകം പോയി. അല്ലേലിയാം. വെള്ളിയാഴ്ച ദിവസം ഇറച്ചി കഴിക്കുന്നത് ഇഷ്ടം പോലെയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇറച്ചി കഴിക്കാനുള്ള ദിവസമല്ല, വെള്ളിയാഴ്ച ഉപവാസം എടുക്കണം. ക്രിസ്ത്യാനിക്ക് ഒരു കാര്യമുണ്ട്, എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യാനിയുടെ കൃപ എന്താണെന്നറിയാമോ? അവൻ നോമ്പെടുക്കുകയില്ല, നോമ്പെടുപ്പിക്കുകയില്ല. അവൻ പള്ളി പോവുകയില്ല, പള്ളി പോകുന്നവരെ വിടുകയില്ല. ഞായറാഴ്ച നോക്കിക്കോ, നിങ്ങൾ ഒരുങ്ങി 2ാമത്തെ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽപ്പുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് കയറും, അന്ന് കുർബാന പോയി. അല്ലേലിയ. അതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ വിരുന്നുകാരെ നിങ്ങൾ സ്വീകരിക്കരുത്. കാരണം അത് കുർബാന മുടക്കാൻ വരുന്ന വിരുന്നുകാരല്ല, പിശാചുക്കളാണ്. സാത്താൻ എങ്ങനെ വേണമെങ്കിലും, കാരണം എന്താണെന്നല്ല, ഇപ്പോൾ കുർബാന മുടക്കി കഴിഞ്ഞാൽ അതിന് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിവിടെ പരിഹാരം ചെയ്ത് തുടങ്ങിയതിന് ശേഷം ശുശ്രൂഷയിലേക്ക് ആളുകൾ കയറി വരുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. തിരുഹൃദയത്തിൻ്റെ ഒരു ജപമാല നമ്മുടെ ദാനിയേലച്ചങ്ങനെ നിരന്തരം ഇത് ചൊല്ലണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. വീഡിയോ വന്നിട്ട് ഞാൻ കണ്ടിട്ട് വീണ്ടും മാറ്റി വെച്ചു. പിന്നീട് നമ്മളത് കാര്യം പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇത് മനുഷ്യർ ഇന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ ചെല്ലാതിരിക്കുന്ന, ആചരിക്കാതിരിക്കുന്ന കുർബാനയ്ക്കുള്ള പരിഹാരമാണ്. മനസ്സിലായോ? കാരണം എന്താ? ദൈവം ചെയ്തത് എന്താണ്? ഈ ലോകത്തിൽ 33 വർഷം ജീവിച്ചത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, കുർബാന സ്ഥാപിക്കാൻ. അതുകൊണ്ട് പറയാം, ഈ അനുഗ്രഹങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു കഴിയുമ്പോൾ ഭൂമിയിലുള്ള മറ്റെല്ലാവരും നമ്മളെ പേടിക്കുന്നതിൻ്റെ കാരണം നമ്മൾ കൃപയുള്ളവരാ, നമ്മൾ അഭിഷേകമുള്ളവരാ. അതുകൊണ്ട് തുറന്ന് പറയാണ്, നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത്. അതുപോലെ 12 വായിച്ചാൽ മതി. കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാരം തുറന്ന്, ആകാശം തുറന്ന്. നമ്മുടെ ബാങ്കുകൾക്ക് പൈസ കിട്ടുന്ന എവിടെ നിന്നാന്ന് അറിയുമോ? RBI ബാങ്ക് തുറക്കണം. നീ തുടർന്ന് വരുന്നത് നീ പറഞ്ഞു, ഭണ്ഡാരം തുറന്ന്, ഇത് ആകാശം തുറന്ന് നിന്റെ മേൽ തക്ക മഴ പെയ്യുന്നു, നിന്റെ എല്ലാ പ്രത്യങ്ങളും അനുഗ്രഹിക്കും, അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും അനാഥവർത്തി ആയിരിക്കും. കേരളത്തിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗം ഏതാ? നേതാക്കന്മാരില്ലാത്ത ഏതാ? ക്രിസ്ത്യാനിയാണ്. ഇപ്പം ആകെ പറയാനുള്ള മേന്മയുള്ളത് ഒരു മാർത്തമ്മക്കാരനായ, അല്ലേ? മാർത്തമ്മക്കാരനല്ല, ഉമ്മൻചാണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടിരുന്ന കാര്യമുണ്ടോ? നേതാക്കന്മാരില്ലാത്തൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയത് വിഗ്രഹങ്ങളാർന്നു. തുടർന്ന് വരുന്ന ഒരു വചനം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഒറ്റ വചനം പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് പറഞ്ഞ ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്, അല്ലേ? ഇതെല്ലാം അഭിഷേകങ്ങളാണ്. ഇതൊക്കെയും ചെയ്ത എന്നിട്ട് പറയാണ്, കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാവർത്തി ആയിരിക്കുകയില്ല. അപ്പം നമ്മളെന്താ? ഒരു ദേശത്തിൻ്റെ അധിപന്മാർ നമ്മളായിരുന്നു, അല്ലേ? ഒരു ദേശത്ത് കാര്യങ്ങൾ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദേശത്ത് കാര്യങ്ങൾ നടത്തിയിരുന്ന വൈദികരായിരുന്നു, അല്ലേ? അറിവുള്ളവർ. ഇന്ന് എല്ലാവരും അറിവുള്ളവരായി. ഇന്ന് വൈദികരെ കൊടുക്കുമ്പോഴും ദൈവം പറയുന്ന കാര്യം, ഈ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥനയിൽ അവസാനത്തെ പ്രാർത്ഥനയുണ്ട്, പ്രബുദ്ധരും ജ്ഞാനികളായ വൈദ്യരെ വേച്ച് നടക്കുന്ന ഒറ്റെണ്ണത്തിനെ പള്ളി സെമിനാരിൽ വിടരുത്. വേച്ച് നടക്കുന്ന ഒറ്റെണ്ണത്തിനെയും നിങ്ങൾ മഠത്തിലേക്ക് വിടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സഭയില്ലാതാക്കും. തീഷ്ണതയുള്ളവരും പ്രഭുത്തരുമായ വേലക്കാരെ വിളഭൂമിയിലേക്ക് അയക്കണമേ. ഇത് പറയുന്നതിന് കാരണം, നിങ്ങൾ ശാലോമിൻ്റെ ഒരു പുസ്തകമുണ്ട്, 1900 എന്ന് പറഞ്ഞ പുസ്തകം. സ്പെയിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിരീശ്വരവാദികളെ അച്ഛന്മാരാക്കാൻ വിട്ടു. അതിനുശേഷം പറയാണ്, കൽപ്പനകൾ ശ്രദ്ധിച്ച് അവ ശ്രദ്ധാവം പാലിച്ചെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. എന്നിട്ട് തുടർന്ന് പറയാണ്, ഞാൻ എന്ന് കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇടം ബലം വരരുത്. അവസാനം പറയാണ്, അന്യദേവനെ ആരാധിക്കുകയോ സേവിക്കുകയോ അരുത്. അല്ലേ? രണ്ടാമത്തെ ഇതെന്ന പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 19 കാര്യത്തിൽ ദൈവം ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ ജനിച്ച വിഭാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വർഗം ഏതാണ്? വർഗം ഏതാ? ഏറ്റവും ശ്രേഷ്ഠമായ ജനത ഏതാന്ന് വെച്ചിട്ട് അവിടെ പറയാണ്,
മനുഷ്യൻ അല്ലേ? മനുഷ്യൻ വർഗം, ഏത് വർഗമാണ് ബഹുമാനത്തിന് അർഹൻ? മനുഷ്യവർഗം. മനുഷ്യവർഗം. ഏത് മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏത് മനുഷ്യനാ ഭക്തിയുള്ളത്? ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? ഏത് മനുഷ്യവർഗം തന്നെ. ദൈവം കൽപ്പന അനുസരിക്കാൻ പറയുന്ന നിർബന്ധം പറയുന്ന ഒരു മതം ക്രൈസ്തവ മതം. ജൂതന്മാർക്ക് ഈശോ ഇല്ല, അല്ലേ? ഈശോ ഇല്ല, അല്ലേ? ശരിയല്ലേ? തുടർന്ന് പറയുന്ന ഭക്തിയെ കുറിച്ച് പറയണത്. അവൻ ചോദിച്ചാൽ കിട്ടും. അവൻ ചോദിച്ച അഥവാ എന്തായി? മറ്റുള്ള മതസ്ഥർ അവരുടെ ആരാധനാ രീതികൾ ചെയ്ത് അവർ ധനികരാകുന്നതിന് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ കിടന്നുറങ്ങാണ്, അല്ലേ? അന്ന് വിദേശത്ത് പോകുന്ന പിള്ളേരെ കുറിച്ച് പറഞ്ഞ കുഴപ്പമാണ്. കാരണം വിദേശത്ത് പോകുന്ന ഇഷ്ടംപോലെ ജോലി ഇവിടെ ഉണ്ടല്ലോ, അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ കയറുന്ന പിള്ളേരാരാ? ഏറ്റവും കൂടുതൽ എൻട്രൻസ് ചെയ്ത പാസ്സാവുന്ന പിള്ളേരാരാ? ഈ തവണത്തെ ഇന്നലെ നെറ്റ് പരീക്ഷയ്ക്ക് വന്ന ആ ലിസ്റ്റ് എടുത്ത് നോക്ക്. ഒരു പയ്യൻ മാത്രം പേരിന് കയറിയിട്ടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ പരീക്ഷകളിൽ ഏറ്റവും മേൻപന്തിയിൽ നിൽക്കുന്ന മക്കൾ ആരാണെന്ന് വെച്ചാൽ ക്രൈസ്തവ വിശ്വാസം. കാരണം എന്താ? കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കൂടെയുണ്ട്. ഇന്നെന്തായി? കർത്താവ് അവൻ്റെ കൂടെ ഇല്ല, അല്ലേ? തിന്നു കുടിച്ച് ആനന്ദിക്കണം. ഞങ്ങൾ പഠിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ചാർവാക സിസ്റ്റം. ഹിന്ദു സമുദായത്തെ ഫിലോസഫിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ചാർവാക സിസ്റ്റം: കുടിക്കുക, തിന്നുക, ആനന്ദിക്കുക. നാളെ നിനക്ക് ഇത് കിട്ടില്ല. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കർത്താവിന് ഈ 1 തിമോത്തിയോസ് 5:6 എടുക്ക്. അവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവ് പറയാണ്, സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ജീവിച്ചിരിക്കുമ്പോൾ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞു.